ദോശ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മളും വീട്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കി ഒരു ചുട്ടരച്ച ചമ്മന്തി മുളകൊക്കെ ഒന്ന് വഴറ്റി ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊരു ചമ്മന്തി അരച്ച് കൂട്ടി നോക്കൂ ദോശയ്ക്കൊക്കെ. നമ്മൾ ഈ പൊറോട്ടയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടും വയറിനൊക്കെ എത്ര നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അത് ഉഴുന്നും അരിയൊക്കെ ചേർന്നാൽ നമുക്കൊരു നല്ല വിഭവം കൂടിയാണ് ശരീരത്തിന്. ഒരു ദോഷഫലങ്ങളൊന്നും തന്നെ ഉണ്ടാക്കില്ല. അപ്പം ഞാനിന്നൊരു ദോശ കഴിക്കുകയാണ്. മുളക് ചുട്ടരച്ച് ചമ്മന്തി കൂട്ടി. ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, മുളക് ചമ്മന്തിക്കായിട്ട് കുറച്ച് മുളക് എടുത്തു, സവാള, തക്കാളി, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല പാകത്തിനെടുക്കുക. സവാള 2 ഉണ്ടെങ്കിലും തക്കാളി 1 മതി. ഒരു 3-4 ഉണക്കമുളക് എടുത്തിരിക്കണം. കുറച്ച് മല്ലിച്ചപ്പും കൂടി. എന്നിട്ട് ഫ്രൈ പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ആദ്യം നമ്മൾ ഉണക്കമുളകാണ്, അത് വേഗം കരിഞ്ഞു പോകുന്ന സാധനമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഉണക്കമുളക് ഇട്ട് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും വേണമല്ലോ, ഡ്രൈ ആയിട്ട്. സവാളയൊക്കെ ഇടുമ്പോൾ അത് ഡ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ആദ്യം തന്നെ അതിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ ആണ് മറ്റുള്ള ചേരുവകളൊക്കെ ഇടാൻ. അപ്പോൾ സിമ്മിൽ വേണം. മുളകൊക്കെ ഇടുമ്പോൾ മുളക് കരിഞ്ഞു പോയില്ലേ. അപ്പോൾ സിമ്മിലാണ് മുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തത്. പിന്നെ സവാള കുറച്ചൊക്കെ ഇട്ട് വഴറ്റിയെടുത്തു. നല്ല രസമായിരിക്കും ഈ ചമ്മന്തി. ഇഡ്ഡലിക്കും ദോശയ്ക്കായാലും പിന്നെ ചോറിനും വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് ഈ ചമ്മന്തി ഉപയോഗിക്കാം. ആവശ്യത്തിന് പുളിയൊക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്ക് ചോറ് ചിലപ്പോൾ ഈ ഇടനേരം കഞ്ഞികൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ചമ്മന്തി കൂട്ടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നിച്ച് കുറച്ച് അരച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് നമുക്ക് എടുത്ത് തീർക്കാം. അപ്പോൾ ഇത് വണങ്ങി വരുന്നുണ്ട്. കുറച്ച് നേരം പിടിക്കും. ഇത് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റണം. എന്നാലേ ആ ചമ്മന്തിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് സവാള ഇട്ട് പിന്നെ വഴറ്റി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ദോശയ്ക്ക് ചട്നിയോടും തന്നെ ഒപ്പം തന്നെ ഒരു ചമ്മന്തിയും നമുക്ക് ഹോട്ടലുകളിലൊക്കെ പോയാൽ കഴിക്കാൻ ലഭിക്കുന്നതാണ്. എളുപ്പപ്പണിക്ക് ഒരു കറി മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഉണ്ടാക്കുമ്പോൾ 2 കറി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കഴിച്ചോട്ട് പോവുകയും ചെയ്യാം. ജോലിക്കൊക്കെ പോകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചേർത്ത് വെച്ച ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റാണിത്. ഞാൻ കഴിച്ചു നോക്കാം ദോശയ്ക്ക്. അപ്പം ഞാൻ ദോശ ചമ്മന്തി കൂട്ടി കഴിക്കാം കേട്ടോ. ടേസ്റ്റാണ്.